നമ്മുടെ മുഖ്യമന്ത്രിമാർ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെ നിയമിക്കുമ്പോൾ ആ തസ്തികയുടെ ഉദ്ദേശം എന്താണെന്ന് പണ്ടേ സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഈ മുഖ്യമന്ത്രിമാരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ മറുകര കണ്ടവരാ. അവരെ രാഷ്ട്രീയമായിട്ട് ഉപദേശിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. അതുമാത്രമല്ല, പലപ്പോഴും ഈ പദവിയിലേക്ക് വരുന്ന ആളുകൾ താരതമ്യേന രാഷ്ട്രീയത്തിൽ ജൂനിയേഴ്സ് ആയിരിക്കും. പിന്നെന്താണ് ഈ പദവിയുടെ ഉദ്ദേശമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലായത് പലപ്പോഴും അവരാണ് ഈ പോലീസ് കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന്. പോലീസുകാരുടെ സ്ഥലം മാറ്റം, അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ചില കാര്യങ്ങൾ, ചിലപ്പോൾ നല്ല കാര്യങ്ങൾ, ചിലപ്പോൾ ഡർട്ടി ബിസിനസ്, ഇതൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. 2006 മുതൽ 2011 വരെ VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി KN ബാലഗോപാലായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി, കാര്യായ ഖജനാവിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹമാണ് ആ പദവി കൈയാളിയിരുന്നത്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഉപദേശിക്കുക, അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക, ഇതൊന്നും അല്ലാതെ വേറെ ചില ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അത് VSൻ്റെ സെക്രട്ടറിയും ഏറ്റവും വിശ്വസ്തനുമായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ K സുരേഷ് കുമാർ, അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. VSനൊപ്പം എൻ്റെ ദിനങ്ങളെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിലാണ് ഈ അതീവ രഹസ്യമായ കാര്യം. അന്ന് KN ബാലഗോപാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് എന്താണ് ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. VS മുഖ്യമന്ത്രിയാണ്. സർവശക്തനായ പിണറായി വിജയനാണ് AKG സെൻറ്ററിലിരുന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ് KN ബാലഗോപാൽ, VSൻ്റെ വിശ്വസ്തനാണ് K സുരേഷ് കുമാർ. ഇവരൊക്കെയാണ് ഈ അതീവ രഹസ്യമായ പരിപാടികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അന്നത്തെ ബാലഗോപാലിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സുരേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന പ്രധാനപ്പെട്ട ഫയലുകൾ, ഈ ഫയലുകളിൽ ഏതൊക്കെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് KN ബാലഗോപാലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന S രാജേന്ദ്രനും സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന N ചന്ദ്രശേഖര പണിക്കരും ചേർന്നായിരുന്നുവെന്ന് ഇപ്പോൾ സുരേഷ് കുമാർ വെളിപ്പെടുത്തുക. സത്യം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് പോകേണ്ട ഫയലുകളാണ്. അതിനു മുമ്പായിട്ട് ഈ 3 പേര് ബാലഗോപാലാദികൾ ഇവർ ചേർന്നിട്ട് ഇത് വീതം വെച്ചെടുക്കും. എന്നിട്ട് ഇവർ ഈ ഫയലൊക്കെ നോക്കും. എന്നിട്ട് നേരെ AKG സെൻറ്ററിലേക്ക് അയക്കും. അവിടെയാണ് ഇതിൻ്റെ പരിശോധന കൃത്യമായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ സ്ക്രൂട്ടിണി, ഇത് മുഖ്യമന്ത്രി കാണേണ്ടതാണോ, കണ്ടാൽ തന്നെ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് മുതലായവ അവിടെ AKG സെൻറ്ററിൽ, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ കാർമ്മികത്വത്തിൽ അത് സംബന്ധിച്ച് പരിശോധന നടക്കും. എന്നിട്ട് മുഖ്യമന്ത്രി കാണേണ്ടത് എന്ന AKG സെൻറ്റർ തീരുമാനിക്കുന്ന ഫയലുകൾ പ്രത്യേക കുറിപ്പ് സഹിതം, ആ കുറിപ്പിലെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫയലിന്മേൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അത് പാർട്ടി തീരുമാനിക്കും. AKG സെൻറ്ററിൽ പിണറായി വിജയൻ തീരുമാനിക്കും. എന്നിട്ട് ആ ഒരു നിർദ്ദേശം ഒരു പ്രത്യേക കുറിപ്പിലൂടെ മുഖ്യമന്ത്രി അറിയിക്കുന്നു. മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനിച്ചോളണം. അങ്ങനെ ഫയൽ കടത്തുന്ന ഒരു സംഘം മുഖ്യമന്ത്രി കാണേണ്ടതാണേ, അത് പിണറായി വിജയൻ കാണേണ്ടതല്ല. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളാരും പരിശോധിക്കേണ്ടതല്ല. അത് കടത്തിക്കൊണ്ട് AKG സെൻറ്ററിലേക്ക് പോയിരുന്ന ഒരു കടത്തു സംഘം, ഫയൽ കടത്തു സംഘം പ്രവർത്തിച്ചിരുന്നു. KN ബാലഗോപാൽ, S രാജേന്ദ്രൻ, ചന്ദ്രശേഖര പണിക്കർ എന്നിവരടങ്ങുന്ന സംഘം. LDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ ഒരു ഉദാഹരണമാണ് സുരേഷ് കുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഗവൺമെൻറ്റിൻ്റെ തലവനെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കാണേണ്ട ഫയലുകളാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർക്ക് ചെയ്ത് അയക്കുന്നത്. മറ്റു വകുപ്പുകളിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പുകളിൽ നിന്നൊക്കെ വരുന്ന ഫയലുകൾ. അതാരാ കാണേണ്ടത്? മുഖ്യമന്ത്രി അല്ലാതെ ആരാണ് അത് പരിശോധിക്കുക? അത് മുഖ്യമന്ത്രിക്ക് കാണാൻ കിട്ടുന്നില്ലെന്നേ. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് നേരെ പോകുന്നത് AKG സെൻറ്ററിലേക്കാണെന്ന്.
അത് സംബന്ധിച്ച രഹസ്യങ്ങളാണ് ഇപ്പോൾ സുരേഷ് കുമാർ എഴുതിയ ഈ പുസ്തകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംഭവിച്ചത് ഏറെയൊന്നും പഴക്കമുള്ളൊരു സമയത്തല്ല. 2006, 2011 കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ജനാധിപത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ്. ചെറിയ പിഴവുകൾ എതിർവിഭാഗത്തിൽ എവിടെയെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ UDF ഭരിക്കുമ്പോൾ ആ സർക്കാരിൽ കണ്ടാൽ അതിശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു പാർട്ടിയാണ്. അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നൊരു പാർട്ടിയല്ല. ആ പാർട്ടി ഭരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും AKG സെൻറ്ററും കൂടെ ചേർന്ന് ഇത്തരത്തിലുള്ളൊരു ഫയൽ കടത്തൽ പരിപാടി നടന്നിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സത്യം പറഞ്ഞാൽ VS അച്യുതാനന്ദൻ വലിയ വിപ്ലവകാരിയാണ്, ചരിത്രമൊക്കെ ഉണ്ട്. പാർട്ടിയെ വെട്ടിനിരത്തി സ്വന്തമാക്കിയ ആളാണ്. CI2 ഗ്രൂപ്പിനെ വെട്ടിനിരത്തി കളഞ്ഞു. അങ്ങനെ ചരിത്രവും പാരമ്പര്യമുള്ള ഒരു വ്യക്തി. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ തീർത്തും ബന്ധനസ്ഥനായിരുന്നു. സെക്രട്ടേറിയറ്റിൽ, അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ ബന്ധനസ്ഥനായിരുന്നു അദ്ദേഹം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. അന്ന് ശരിക്കുള്ള ഭരണാധികാരി, സാക്ഷാൽ ഭരണകർത്താവ് നമ്മുടെ ഇപ്പോഴത്തെ കാരണഭൂതർ തന്നെയായിരുന്നു, പിണറായി വിജയൻ തന്നെയായിരുന്നു. അദ്ദേഹമാണ് തീരുമാനിക്കുക ഓരോ പ്രധാനപ്പെട്ട ഫയലുകളിലും എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടതെന്ന്. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതിനെക്കുറിച്ച് VS അച്യുതാനന്ദൻ സുരേഷ് കുമാറിനോട് പറഞ്ഞത് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. അതൊരു ഒപ്പനപ്പാട്ട് പോലെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. VS അച്യുതാനന്ദനെ നടുക്കിരുത്തി മറ്റുള്ളവരെ ചുറ്റുമിരുന്നുകൊണ്ട് നടത്തുന്ന ഒരു ഒപ്പനപ്പാട്ട് അതായിരുന്നുവെന്ന്. പല ഫയലുകളും മുക്കിയിട്ടുണ്ടെന്ന് സുരേഷ് കുമാർ പറയുന്നു. സ്മാർട്ട് സിറ്റി കരാർ ഒപ്പുവയ്ക്കുന്നത് തടയുന്നതിന് വേണ്ടി ചില ഫയലുകൾ മുക്കിയതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറയുന്നു സുരേഷ് കുമാർ ഈ പുസ്തകത്തിൽ. പാർട്ടിയിലെ ചീഞ്ഞുനാറിയ ഒത്തിരി രഹസ്യങ്ങളാണ് സുരേഷ് കുമാറിൻ്റെ ഈ പുസ്തകത്തിലൂടെ പുറത്തു വരുന്നത്. അന്ന് ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി ഭരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പാർട്ടിയുടെ യാതൊരു കൺസെൻറ്റോ കൺകറൻസോ കൂടാതെ അദ്ദേഹത്തിന് തോന്നിയ വിധത്തിൽ ഭരണം നടത്തിയിരുന്നു. അതാണ് ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള താരതമ്യം അല്ലെങ്കിൽ വ്യത്യാസം. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. വേറെയും അമ്പരിപ്പിക്കുന്ന കഥകൾ ഇതിനകത്തുണ്ട്. അന്ന് ഷീല തോമസ് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു. സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തമ്മിൽ പലപ്പോഴും ആശയവിനിമയം നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ, ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഷീല തോമസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ കാണാൻ പോകുന്ന സമയം കാത്തിരിക്കുകയാണ് നമ്മുടെ S രാജേന്ദ്രനും ചന്ദ്രശേഖര പണിക്കറും എന്നാണ് സുരേഷ് പറയുന്നത്. ഷീല തോമസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ S രാജേന്ദ്രനും ചന്ദ്രശേഖര പണിക്കരും മുഖ്യമന്ത്രിയുടെ ഇരുവശത്തായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ടാവും. അവരവിടെ എങ്ങനെ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രണ്ട് വശങ്ങളിലായിട്ട്. കാരണം എന്താണ് പറയുന്നത്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട് എന്താണ് ആശയവിനിമയം നടത്തുന്നത് എന്നുള്ളത് അറിയണം. അത് അപ്പോൾ തന്നെ AKG സെൻറ്ററിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി അവരവിടെ ഉണ്ടാവും. സുരേഷ് കുമാർ പറയുന്നത് ആദ്യകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു മുഖ്യമന്ത്രി VS, പിന്നീട് അത് നിർത്തി, ഒന്നും സംസാരിക്കാതായി. പിന്നീട് സുരേഷ് കുമാറിനെ മൊബൈലിൽ വിളിച്ചിട്ട് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയും, സുരേഷ് രാവിലെ 7 മണിക്ക് ക്ലിഫ് ഹൗസിലൊന്ന് വരണം, ചില അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവിടെ S രാജേന്ദ്രനും ചന്ദ്രശേഖര പണിക്കറും ഇല്ലല്ലോ. ആ ഒരു ആശ്വാസത്തിലാണ് സുരേഷ് കുമാറിനെ ചില കാര്യങ്ങളുടെ ചർച്ചയ്ക്കായിട്ട് ക്ലിഫ് ഹൗസിലേക്ക് വിളിക്കുന്നത്. VSൻ്റെ മന്ത്രിസഭയ്ക്ക് തുടർച്ച ഉണ്ടാവരുതേ എന്ന് AKG സെൻറ്റർ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അതനുസരിച്ചാണ് അവർ കരുനീക്കങ്ങൾ നടത്തിയിരുന്നത് എന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട്. AKG സെൻറ്റർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. VS ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആവരുത്, അതിനെ തടയണം. ആ ഉദ്ദേശത്തോടുകൂടി 13 നിയോജക മണ്ഡലങ്ങളിൽ ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ വളരെ ബോധപൂർവം നിർത്തിയെന്നും അദ്ദേഹം പറയുന്നു. ഇതൊക്കെ VS
സുരേഷ് കുമാറിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. രാപ്പനി അറിഞ്ഞ ആളാണ് സുരേഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിശദാംശങ്ങളൊക്കെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, CPM പോലൊരു ഇടതുപക്ഷ കക്ഷി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നാന്തരം ദൃഷ്ടാന്തമായിട്ട് നമുക്കിതിനെയൊക്കെ കാണാൻ സാധിക്കും. അതായത് പാർട്ടിയുടെ സ്വന്തം മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല, അദ്ദേഹത്തിന് ഫയലുകൾ എത്തിച്ചു കൊടുക്കുന്നില്ല, അദ്ദേഹം കാണേണ്ട ഫയലുകൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ, പുറത്തു നിന്നുള്ളവരല്ല, മുഖ്യമന്ത്രിയുടെ ജോലികൾ ഏറ്റവും ഫലപ്രദമായി ചെയ്യുന്നതിന് വേണ്ടി, നിർവഹിക്കുന്നതിന് വേണ്ടി അവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ഇവരൊക്കെ കൂടെ ചേർന്ന ഫയലുകൾ AKG സെൻറ്ററിലേക്ക് കടത്തുന്നു. അവിടെ മറ്റൊരു അധികാര കേന്ദ്രം ഇതൊക്കെ പരിശോധിക്കുന്നു. അവരാണ് തീരുമാനിക്കുക ഈ ഓരോ ഫയലിന്മേലും എന്ത് നിശ്ചയങ്ങളാണ് എടുക്കേണ്ടതെന്ന്. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെക്കുറിച്ചാണ് ഇരുണ്ട കാലം എന്നൊക്കെ പറയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ച് അങ്ങനെ ചിലർ പറയാറുണ്ട്. അതിനേക്കാൾ ഇരുണ്ട കാലമായിരുന്നു അന്ന് VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. പറഞ്ഞല്ലോ, ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മാത്രം ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടിയുടെ നിലപാടുകളെ, താല്പര്യങ്ങളെ, നയങ്ങളെ യാതൊരു തരത്തിലും ഗൗനിക്കാതെ, അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്തുന്നു. അവിടെ ആ 2011 കാലഘട്ടത്തിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാൻ അവസരം നൽകാതിരിക്കുന്നു. വേലിപ്പുറത്ത് അച്യുതാനന്ദനെ വേലിക്കുള്ളിൽ ബന്ധനസ്ഥനാക്കി നിർത്തിയ അവസ്ഥ. ഏതെങ്കിലും ഒരിടത്ത് ഇതുപോലെ സംഭവിക്കുമോ? ഒരു പാർട്ടി ഇങ്ങനെ ചെയ്യുമോ? പാർട്ടിയിലെ തൊഴുത്തിൽ കുത്തുകളുണ്ടാവും. നേതാക്കളെ പരസ്പരം തോൽപ്പിക്കാനും വീഴ്ത്താനുമുള്ള ചരടുവലികളും ശ്രമങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലൊരനുഭവം മറ്റൊരു മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഈ പുസ്തകത്തിൽ തോമസ് ഐസക്കിനെ കുറിച്ചും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലോട്ടറിക്കാർ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വിൽപ്പന നികുതി തട്ടിപ്പ്, അത് സംബന്ധിച്ച് അന്വേഷണം CBIക്ക് വിടാതിരിക്കുന്നതിന് തോമസ് ഐസക്ക് ബോധപൂർവം കരുതിക്കൂട്ടി നടത്തിയ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ, അതൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ വളരെ നികൃഷ്ടമായ ഭാഷയിലാണ് തോമസ് ഐസക്ക് തന്നോട് സംസാരിച്ചിരുന്നതെന്ന് VS സുരേഷ് കുമാറിനോട് പറഞ്ഞ അനുഭവങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്. തോമസ് ഐസക്ക് ഇതൊക്കെ ചെയ്ത് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിനായിരിക്കാം. അതിന് പ്രയോജനം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം മന്ത്രിയായി ആദ്യകാലം പിണറായിയുടെ വിശ്വസ്തനായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു എതിരാളിയായേക്കാം, തനിക്ക് അല്ലെങ്കിൽ തൻ്റെ മരുമകന് ഒരു എതിരാളിയായേക്കാമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെവിക്ക് പിടിച്ച് മാറ്റിയിരുത്തിയ കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. KN ബാലഗോപാലിനും ഈ ഫയൽ കടത്തലിനൊക്കെ പ്രതിഫലം കിട്ടി. പക്ഷേ നമ്മൾ ചില സത്യങ്ങൾ എത്ര ഒളിച്ചു വച്ചാലും, എത്ര കറുത്തുരണ്ട കാർമേഘങ്ങൾ അതിനെ മൂടിയാലും, എന്തെങ്കിലും ഒരിക്കൽ ഈ കാർമേഘങ്ങൾ മാറി സത്യം പുറത്തു വരും, സൂര്യൻ പുറത്തു വരും. അതാണ് ഈ പുസ്തകം നൽകുന്ന ഒരു പാഠം.